വീടുകളിൽ ഗേറ്റിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതേ കണക്ക് ഇന്ന് മറ്റൊരു ബോർഡ് ഗോസ്പൽ എഴുതപ്പെട്ടു, മനുഷ്യരുണ്ട് സൂക്ഷിക്കുക. യേശു ഇന്ന് ആ ഒരു മനുഷ്യരെ എന്തുമാത്രം ശ്രദ്ധിച്ച് ജീവിക്കണമെന്നതിനെക്കുറിച്ചുള്ള കരുതലാണ് പറഞ്ഞു തരുന്നത്. പറയാൻ കാര്യം ഇതാണ്, ഒരു യാത്രയ്ക്ക് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. പോകുമ്പോൾ കുറേ കണ്ടീഷൻസൊക്കെ പറഞ്ഞാണ് വിട്ടത്. യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ സഞ്ചിയോ ഒന്നും കരുതരുത്, അങ്ങനെ നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കണം, ഇങ്ങനെ കുറേ ഉപദേശങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ് ചില കാര്യങ്ങളോട് ഒരു ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇന്നത്തെ കാര്യം. നിങ്ങളീ പോകുന്നത് വല്ലാത്തൊരു പോക്കാണ്, പക്ഷേ അവിടെ എത്തുമ്പോൾ നിങ്ങൾ പൂമാലയിട്ട് ആരും സ്വീകരിക്കുമെന്ന് കരുതരുത്. നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. കാര്യം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പോകുന്നത് അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തും. ചിലപ്പോൾ അവർ നിങ്ങളെ അടിച്ചെന്ന് വരും, ചില സമയങ്ങളിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നൊക്കെ വരും. ഈ സമയത്തൊക്കെ നിങ്ങൾ പേടിക്കരുത്. അതാണ് ഒരു അഷുറൻസ്. നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ എന്ത് പറയുന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും പേടിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ പേടിക്കരുത്. ഇതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. അയക്കുന്ന യാത്ര അത്ര സുരക്ഷിതമല്ല എന്നൊക്കെ കർത്താവിനറിയാം. പക്ഷേ എങ്കിലും കർത്താവ് പറയും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പേടിക്കരുത്. കർത്താവിൻ്റെ യാത്രയപ്പൊക്കെ അങ്ങനെയാണ്. ജീവിതം ഒരു യാത്രയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ നിന്ന മനുഷ്യരായിരിക്കും നമ്മളെ ചതിക്കുന്നത്. രാത്രി പകലാക്കി സ്നേഹിച്ച മനുഷ്യരായിരിക്കും രാത്രിയിൽ നമ്മുടെ കണ്ണുനീരിന് കാരണമായി മാറുന്നത്. മനസ്സോളം സ്നേഹിച്ചവരായിരിക്കും ആ മനസ്സിനെ മുറിപ്പെടുത്തി കടന്നു പോകുന്നത്. ഇങ്ങനെ ഒത്തിരി ദുരനുഭവങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന ആരിൽ നിന്നാണ്? മനുഷ്യരിൽ നിന്നാണ്. ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യർ നമ്മളെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണല്ലോ. അങ്ങനെ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരായിരിക്കും നിങ്ങളെ ദ്രോഹിക്കുന്നത്. അപ്പോഴും യേശു പറയുന്ന വാക്ക് നമ്മൾ മറക്കരുത്, നമ്മൾ ഭയപ്പെടരുത്. ബി സ്ട്രോങ്. കാരണം കർത്താവ് കൂടെ ഉണ്ടെന്നേ. നമ്മളൊക്കെ കടന്നു പോകുന്ന വഴിയിൽ അതിലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് മനുഷ്യരാണോ നമ്മളെ സ്നേഹിക്കുന്നത് അവരാൽ തന്നെ നമ്മൾ ചതിക്കപ്പെടുന്നില്ലേ, വേദനിക്കപ്പെടുന്നില്ലേ, കണ്ണുനീരൊഴുക്കുന്നില്ലേ? അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവേൻ. നിങ്ങൾ ഈ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ ബോർഡ് എഴുതുന്നതൊക്കെ എന്തിനാണ് വെറുതെ? മനുഷ്യരെ സൂക്ഷിക്കുന്നതിനേക്കാളും വലിയ സൂക്ഷിപ്പ് വേറൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം മനുഷ്യരെല്ലാവരും മോശമാണെന്നുള്ളതല്ല, മറിച്ച് ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു ജീവിതയാത്രയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആത്യന്തികമായി കൂടെ നിൽക്കുന്നത് ദൈവമാണ്. നിങ്ങൾ എന്ത് പറയണമെന്നോ എന്ത് ചിന്തിക്കണമെന്നോ എന്ന് പോലും പേടിക്കരുത്. അവൻ നിങ്ങളെ നയിച്ചോളും, അവൻ കൂടെ ഉണ്ട്. അതാണ് ഒരു ഉറപ്പ്. പ്രിയമുള്ളവരെയും, ഈ ഭൂമിയിലെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്താൽ ആദ്യം എഴുതി വെക്കേണ്ട പേര് യേശു എന്നാണ്. ഈ പേരിന് ഭയങ്കര പവർഫുള്ളാണ്. അതിനുശേഷമായിരിക്കണം നമ്മൾ എന്തിനൊക്കെയാണോ ഏറ്റവും അധികം വിലമതിക്കുന്നത് അതൊക്കെ അതിന് ശേഷമേ എഴുതാൻ പാടുള്ളൂ. അത് ബന്ധങ്ങളായാലും വസ്തുക്കളായാലും സാഹചര്യങ്ങളായാലും. കാര്യം, എല്ലാം തിരിഞ്ഞും മറിഞ്ഞും മാറിപ്പോകാം, പക്ഷേ എങ്കിലും മാറാതെ നിൽക്കുന്ന ഒരു നാമം യേശു എന്ന നാമമാണ്. ഉറപ്പിച്ച് ചേർത്ത് പിടിക്കാവുന്ന ഒരു ജീവിതം യേശു എന്ന ജീവിതമാണ്. അതുകൊണ്ട് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവൻ, ദൈവത്തെ മുറുകെ പിടിക്കുവൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ സ്നേഹമിത്ര
ആശ്വാസമേകിടുന്ന താതനല്ലോ നീ. അമ്മ മറന്നാലും മറന്നിടാത്തൊരു ആവർണ്യ സ്നേഹമല്ലോ നീ. അമ്മ മറന്നാലും മറന്നിടാത്തൊരു ആവർണ്യ സ്നേഹമല്ലോ നീ. ആവർണ്യ സ്നേഹമല്ലോ നീ. അനുദിനമെന്നെ വഴി നടത്തും എൻ യേശുവിൻ സ്നേഹമിത്ര ആനന്ദമേ. രോഗത്താൽ വലയുന്ന വേളകളിൽ സൗഖ്യമേകുന്ന റാഫയല്ലോ നീ. രോഗത്താൽ വലയുന്ന വേളകളിൽ സൗഖ്യമേകുന്ന റാഫയല്ലോ നീ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിശക്തനാം ദൈവമല്ലോ നീ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിശക്തനാം ദൈവമല്ലോ നീ. അതിശക്തനാം ദൈവമല്ലോ നീ. അനുദിനമെന്നെ വഴി നടത്തും എൻ യേശുവിൻ സ്നേഹം